നഴ്സിംഗ് സ്റ്റുഡൻസ് ഒക്കെ ക്ലാസ് തുടങ്ങാറായി. അപ്പൊ ഇനി ക്ലാസ് ഓൾറെഡി തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒരുപാട് പേര് എന്നോട് മെസ്സേജ് ചോദിച്ചു ഡെയിലി റൊട്ടീൻ, ക്ലാസ് ഉള്ള ടൈമിൽ ഡെയിലി റൊട്ടീൻ വീഡിയോ ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡെയിലി റൊട്ടീൻ, ഞാൻ എങ്ങനെയാണ് ഡെയിലി ക്ലാസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഡെയിലി ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത പിള്ളേര്, പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടും പറ്റുന്നില്ല എന്ന് തോന്നുന്ന പിള്ളേര്, നിങ്ങൾ ഒരു ദിവസം അതിനു വേണ്ടി വെക്കുക. ഇന്നൊരു ദിവസം അല്ല, അടുത്ത ഞായറാഴ്ച ഞാൻ ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ടാർഗറ്റ് ഇട്ട് വെച്ചാണ്ടല്ലോ, കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കും, സൂപ്പറായിട്ട് നടക്കും. എന്റെ അനുഭവം പറയാ, അടിപൊളിയാ. എല്ലാ ദിവസം പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിച്ചോ. ഇനി അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ലല്ലോ. അപ്പൊ പറ്റാത്ത പിള്ളേരുണ്ടെങ്കിൽ ഒരു ദിവസം ടാർഗറ്റ് ചെയ്ത് വെക്കുക. ഇന്ന ദിവസം പോർഷൻ, അന്നത്തെ ദിവസം രാവിലെ എന്റെ സിനിമയ്ക്ക് പോയത് ആ ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ ഈ ടാർഗറ്റ് ചെയ്യാനെനിക്ക് മുമ്പ് ഒരു കാര്യമുണ്ട്. ക്ലാസ്സിൽ അല്പമെങ്കിലും ശ്രദ്ധിച്ച് കയ്യിൽ പോർഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള പിള്ളേർക്ക് ഈ പരിപാടി നടക്കുള്ളൂ. ഇല്ലാത്ത പിള്ളേർക്ക് ഈ പരിപാടി നടക്കൂല കേട്ടോ. ഇത് കണ്ടോ, ഇപ്പൊ കേട്ടല്ലോ. ഇതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലാണ് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്റെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുമ്പോൾ, ഞാൻ ഹോസ്റ്റലിലാണ് 4 വർഷവും പഠിച്ചത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഹോം സിക്നെസ് നല്ല പോലെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഹോസ്റ്റലിലേക്ക്, പേരൻസ് ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കിയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പൊ അങ്ങനെ വന്ന് ഹോസ്റ്റലിലൊക്കെ ഇരുന്ന് നമുക്ക് കിടന്നിട്ട് ഉറക്കം വരാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ട് അതൊക്കെ ശരിയായി. നമ്മുടെ ലഗേജും കാര്യങ്ങളും ഷെൽഫെല്ലാം ഓക്കെ ആക്കി വെച്ച് നമുക്ക് കുറച്ചൊക്കെ ബെഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അപ്പൊ കുറച്ച് നാളെയുമ്പോൾ ഓക്കെ ആയി. പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ വെളുപ്പിന് ഒരു 6 മണിക്കാണ് എഴുന്നേൽക്കാറുള്ളത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, എന്റെ കൂടെയുള്ള സ്റ്റുഡൻസ്, കൂടെയുള്ള സുഹൃത്തുക്കൾ ആരും 6 മണിക്കൊന്നും എഴുന്നേറ്റിരിക്കാറില്ല. അപ്പൊ ഞാനിങ്ങനെ 6 മണിക്ക് എഴുന്നേറ്റിരിക്കും. കാരണം എന്താണെന്ന് അറിയാൻ പാടില്ല, നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു സെറ്റപ്പ് എവിടെ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ 6 മണിക്ക് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കും, ഒരു സുഖം, അത്രേ ഉള്ളൂ. എന്നിട്ടിരിക്കും. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ 7-8 മണിക്ക്, കാരണം 9 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പൊ അവരൊക്കെ 8 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ്. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ എത്ര നേരത്തെ എനിക്ക്, എന്താണ് കാര്യം, നേരത്തെ എനിക്ക് എന്തിനാ? അപ്പൊ ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എനിക്ക് ശീലിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അതൊരു ശീലമായിട്ട് തന്നെ പോയി. 6 മണിക്ക് എഴുന്നേൽക്കുക, ചായ കുടിച്ചിരിക്കുക. എന്നിട്ട് നമുക്ക് സമയം ഒരുപാടുണ്ടല്ലോ. അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞ് വീണ്ടും ആ ഒരു ശീലം മാറി. കാരണം ക്ലാസ്സിൽ ഫുള്ള് പഠിക്കാനും എഴുതാനും കെയർ പ്ലാൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് ആ ഒരു ശീലം കംപ്ലീറ്റ്ലി മാറി. ഇപ്പൊ രാത്രി എഴുതി കഴിഞ്ഞ് ഒരു 11-12 മണി 2 മണിയൊക്കെ ആയി കഴിയുമ്പോൾ കിടക്കാനുള്ളൊരു, ആ സമയത്തൊക്കെ കിടന്നുറങ്ങാൻ ഉള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 6 മണിക്ക് പോലും എഴുന്നേക്കാൻ തോന്നില്ല, 10 മണി വരെ കിടന്നുറങ്ങാൻ തോന്നും. അപ്പൊ നമുക്ക് 9 മണിക്ക് ക്ലാസ് ഉള്ള സമയത്ത് രാവിലെ എഴുന്നേറ്റ് പിന്നെ 6 മണി എന്നുള്ളത് മാറി 7-7:30 ഒക്കെ ആയി. അപ്പൊ നമ്മൾ ക്ലാസ്സിലൊക്കെ പോയി ഇരിക്കുന്നു. ക്ലാസ്സിൽ പോയിരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നു, പഠിപ്പിക്കുന്നത് നമ്മൾ കൃത്യമായി നോട്ട് എഴുതി എടുക്കണം എന്നാണ് ശരിക്കും. പക്ഷെ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുമായിരുന്നു. അതിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. എത്ര നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനായിട്ടും കാര്യമില്ല, എനിക്ക് ഉറക്കം വരുമായിരുന്നു. അങ്ങനെ മാക്സിമം ഞാൻ ഉറങ്ങാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുമായിരുന്നു. രാവിലെ 9 മണിക്ക് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ഇന്റർവെൽ ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ റെസ്റ്റ്. വീണ്ടും ഉച്ചയ്ക്ക് ഒരു 12 to 2 മണി വരെ നമുക്ക് ലഞ്ച് ബ്രേക്ക് ആണ്. എന്റെ ഒരു കോളേജിലും എന്റെ ഒരു രീതിയുമാണ് ഞാൻ ഈ പറയുന്നത്. ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ആ സമയത്ത് ഫസ്റ്റ് ഇയറിലൊക്കെ വെച്ച് ആ സമയത്ത് ചോറ് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഫോണിലോ എന്തെങ്കിലും, എനിക്ക് ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത്. വീണ്ടും ഒരു 4 മണി വരെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് വരും, വീണ്ടും ചായ കുടിക്കും, വീണ്ടും നമ്മള് ഇരിക്കും, ചുമ്മാ ഇരിക്കും, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും പഠിക്കുന്നില്ലെന്ന്. ഇല്ല, പഠിക്കുന്നില്ല, അതാണ് ഒരു ഹൈലൈറ്റ്. അപ്പൊ ചുമ്മാ ഇരിക്കും, വീണ്ടും ഒരു രാത്രി ഫുഡ് കഴിക്കും, വീണ്ടും കിടന്നുറങ്ങും, പിറ്റേ ദിവസം വീണ്ടും ക്ലാസ്സിൽ പോകും. ഇതായിരുന്നു എന്റെ റൊട്ടീൻ. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ആ റൊട്ടീനിൽ ഒന്ന് ചേഞ്ച് വരുത്തി. 9 മണിക്ക് ക്ലാസ്സിൽ പോയി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും 4:30 ക്ലാസ് കഴിയും. ക്ലാസ് ടൈം ഒക്കെ ഇതായിരുന്നു. 4:30 ക്ലാസ് കഴിയുന്ന സമയത്ത് ഞാൻ നേരെ ജിമ്മിലോട്ട് പോകും. അവിടെ ടെന്നീസ് കോർട്ടും ഫുട്ബോൾ കോർട്ടും ജിമ്മും എല്ലാം തന്നെ ഉണ്ട്. അപ്പൊ ജിമ്മിലോട്ട് പോകും. ആ ജിമ്മിൽ പോയിട്ട് ഒരു 7:30 ആകുമ്പോൾ കയറി വരും. 7:30 ആയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കും, ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് സ്റ്റുഡൻസ് ആയിട്ടൊക്കെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും 9:30 ആയി. വീണ്ടും പോവും, എന്തെങ്കിലും എഴുതാനുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് എഴുതാനുണ്ടെന്ന് അറിയുമ്പോൾ ഇരുന്ന് എഴുതും ഒരു 12 മണി വരെ. അത് കഴിഞ്ഞിട്ട് ഉറക്കം, എഴുതി കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കും. അത് അപ്പോഴത്തേക്ക് ഉറക്കം വരും, വീണ്ടും പോയി കിടക്കും, വീണ്ടും എഴുന്നേറ്റ് ഓടും. ഇതാണ് നമ്മുടെ ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ നിങ്ങളോട് ഫോളോ ചെയ്യാൻ ഒരിക്കലും പറയില്ല. എനിക്കിത് ഓക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് എന്റെ വർക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് തീർക്കാൻ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എഴുതാനുള്ള സമയങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി. രാത്രിയാണെങ്കിൽ പോലും ലേറ്റ് ആയിട്ടാണെങ്കിൽ പോലും കുറെ എഴുതാനുണ്ടായിരുന്നല്ലോ. അപ്പൊ എഴുതാനുള്ള സമയങ്ങൾ കണ്ടെത്തി. അസൈൻമെന്റ്സും കാര്യങ്ങളും ഒരുപാട് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, പടം വരയ്ക്കാനുണ്ടായിരുന്നു അനാട്ടമിയുടെ. അപ്പൊ അതിനുള്ള സമയം കണ്ടെത്തി. പിന്നെ അങ്ങനെ ഇരുന്നിരുന്ന് എക്സാമിന്റെ ഒരു ടൈം ആവാറായി എന്ന് പറഞ്ഞ സമയത്താണ് പഠിക്കുന്ന കാര്യം എന്തായി, ഒന്നും ആയിട്ടില്ല, പോർഷൻസ് ഒന്നും ആയിട്ടില്ല. നമുക്കൊരു ഐഡിയ ഉണ്ട്, ക്ലാസ്സിൽ ഇരുന്ന് കേട്ടതിന്റെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിനൊരു ദിവസം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഇയറിൽ വെച്ച്
ഞാൻ അങ്ങനെ കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ പോയിട്ടില്ല. കാരണം എനിക്ക് കമ്പൈൻ സ്റ്റഡി വീട്ടിലാണെങ്കിൽ പോലും പ്ലസ് ടു 10 ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുക, ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് ശീലിച്ചൊരു ആളായതുകൊണ്ട് കമ്പൈൻ സ്റ്റഡിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ വേറെ ഒരു റൂമിന്റെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പഠിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്ക് പഠിച്ച് അത് പഠിച്ച് ഇങ്ങനെ ഉറക്കം നോക്കിക്കൊണ്ടിരിക്കും. അത് എന്റെ വീണ്ടും ഇരുന്ന് പഠിക്കും. എന്നിട്ട് കുറെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പഠിച്ച് ഭ്രാന്ത് പിടിച്ചാണതുണ്ട്. അങ്ങനെയാണ് പിന്നെ പഠനത്തിന്റെ കാര്യം. പിന്നെ ഫസ്റ്റ് ഇയറിൽ ആകെ ഒരു ഓർഗനൈസേഷൻ ഇല്ലാത്ത രീതിയിലായിരുന്നു പോയത്. ഫസ്റ്റ് ഇയർ റിസൾട്ട് ഒക്കെ വന്നു, പാസ്സായി എന്ന് അറിഞ്ഞു. എക്സാം ഒക്കെ ടഫ് പറഞ്ഞു. ഞാൻ രാവിലെ 3 മണിക്കൊക്കെ ഇരുന്ന് പഠിച്ച് ഫസ്റ്റ് ഇയർ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെ പാസ്സായത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരു ഐഡിയ മനസ്സിലായി എങ്ങനെയാണ് നമുക്ക് ഓർഗനൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് ഇയറിലോട്ട് വന്നപ്പോൾ ഇതേമാതിരി തന്നെ രാവിലെ 9 മണിക്ക് ക്ലാസ്സിൽ പോകുന്നു, ഉച്ചയ്ക്ക് ചോറുണ്ട്, വീണ്ടും വൈകുന്നേരം വന്ന് ജിമ്മിലോട്ട് പോകുന്നു, ഫുഡ് ഹോസ്റ്റൽ. അപ്പത്തേക്ക് 9:30 ആയി കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ ഞാനും എന്റെ സുഹൃത്തുക്കളും ഉണ്ട് കേട്ടോ അന്ന്. കാരണം കമ്പൈൻ സ്റ്റഡി ഞങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ആയി വന്ന ടൈമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം അവർക്കറിയാവുന്ന നോളജ് നമ്മളോട്, നമുക്കറിയാവുന്ന കാര്യം അവരോട് പറയുമ്പോൾ നമുക്കൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും, ഒരു പഠനത്തിൽ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി നല്ല രീതിയിൽ നമുക്കത് കമ്പൈൻ സ്റ്റഡി യൂസ്ഫുൾ ആവും ശരിക്കും. അപ്പൊ അങ്ങനെ കമ്പൈൻ സ്റ്റഡിക്കുള്ള ഒരു സുഹൃത്തുക്കളെ 2 പേരെ കിട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ നിന്ന് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. 9:30 രാത്രി. അങ്ങനെ ഇരുന്ന സമയത്ത് കുറെ നേരം കഴിഞ്ഞപ്പോ അപ്പൊ ഇതൊക്കെയാണ് പഠിക്കേണ്ട പോർഷൻസ് കണ്ടെത്തിയപ്പോഴത്തേക്ക് 11 മണിയായിട്ടോ. 11 മണി ആയി കഴിഞ്ഞപ്പോ വീണ്ടും എന്നാ പിന്നെ നാളെ പഠിക്കാം, ഞങ്ങൾ ബുക്ക് മടക്കി വീണ്ടും പോയി കിടന്നുറങ്ങി. നാളെ പഠിക്കാം. അപ്പൊ അങ്ങനെയായി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പഠിക്കുന്ന ഒരു ടൈം നടക്കണ കാര്യമായിരിക്കില്ല. അപ്പൊ ഞങ്ങൾ എന്നെ ചെയ്തു, ഒരു ദിവസം ഞങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചു. ഞങ്ങൾ ഇത്രയും പോർഷൻസ് ടാർഗറ്റ് ചെയ്തിട്ട് ആ ഒരു പോർഷൻസ് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് പഠിക്കും. ചുമ്മാ വലിച്ചു വാരി പഠിക്കരുത്, ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടി ആ ഒരു ദിവസം ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തു. ആ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ ആ ഇത്രയും പോർഷൻസ് ഞങ്ങൾ കവർ ചെയ്തു. വൈകുന്നേരം വരെ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഇങ്ങനെ പുസ്തകം തുറന്നു പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. രാവിലെ ഒരു 8 മണിക്ക്, ആ ഒരു അവധി ദിവസമായിരിക്കും, രാവിലെ ഒരു 8 മണിക്ക് എഴുന്നേക്കുക. 8 മണിക്ക് എഴുന്നേറ്റ് എല്ലാവരും വിളിക്കണം, എടാ പഠിക്കണ്ടേ. അപ്പൊ പഠിക്കാൻ അവർ 9 മണിക്ക് എഴുന്നേക്കും. 9 മണിക്ക് എഴുന്നേറ്റിട്ട് അവർ ഫുഡ് കഴിച്ച് വരുമ്പോൾ 10 മണിയാവും. അപ്പൊ 10 മണിക്ക് നമ്മൾ തുടങ്ങി നമ്മളൊരു അരമണിക്കൂർ പഠിച്ചിട്ട് ചുമ്മാ അത് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കുറച്ചു നേരം. വീണ്ടും അരമണിക്കൂർ പഠിച്ച്, പക്ഷെ ഞങ്ങൾ ആ പഠിക്കുന്ന പോർഷൻസ് ക്ലിയർ ആയിട്ട് ഉറപ്പിക്കും, ക്ലിയർ ആയി പഠിച്ചു എന്ന് ഉറപ്പിച്ച് ഞങ്ങളിങ്ങനെ പഠിച്ച് പോയി. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ടിപ്സ് അല്ല, ഞാൻ എന്റെ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞാണോ. പഠിച്ച് പോയി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീണ്ടും ഫുഡ് കഴിച്ചു. ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചു, പുറത്ത് നല്ലൊരു ഷോപ്പിൽ പോയി ഫുഡ് കഴിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വന്നു, വീണ്ടും ഇങ്ങനെ ചെയ്ത് പഠിച്ചു. ആ ഒരു ദിവസം ടാർഗറ്റ് ചെയ്ത ദിവസം ഞങ്ങളുടെ ആ പോർഷൻസ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഞങ്ങളുടെ പഠനത്തിന്റെ കാര്യം ഏകദേശം ഓക്കെ. പക്ഷെ പിന്നീട് മറന്നു പോകാനുള്ള ടെൻഡൻസി ഉണ്ട്, അത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം എന്റെ ക്ലാസ് ഉള്ള ടൈമിൽ, പോസ്റ്റിങ്ങിന്റെ ടൈം അല്ല, ക്ലാസ് ഉള്ള ടൈമിൽ ഞാൻ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കുറെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ ഇതുണ്ടായിരുന്നു. ഞാൻ അതും ചെയ്യുമായിരുന്നു. പഠനം മാത്രമല്ല, എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അത് തന്നെയായിരുന്നു, എന്റർടൈൻമെന്റും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഈ രാവിലെ എഴുന്നേറ്റ് ഈ പെട്ടെന്നുള്ള ഇത് കുളിച്ച് ഇതായിട്ട് നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് ഉച്ചയ്ക്ക് ചോറിന്, അത് വൈകുന്നേരം വരെ ക്ലാസ് ഒന്നും നോക്കാനില്ല. ക്ലാസ് ചിലപ്പോൾ ഉറക്കം വരും, ചിലപ്പോൾ ഉറക്കം വരില്ല. അപ്പൊ ആ ഒരു രീതിയിൽ അപ്പൊ മാക്സിമം നമ്മളൊന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഒരു ഐഡിയ, അതായത് യാതൊരു ബന്ധമില്ലാണ്ട് ഇങ്ങനെ നിത്യസന്യാസിയെ പോലെ ഇരിക്കരുത്. എന്തെങ്കിലും ഒരു പറയുന്ന ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഫീഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് തന്നെ റെഫർ ചെയ്ത് നമുക്കത് പഠിക്കാൻ പറ്റും. നമുക്ക് ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കോളേജിലൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ. പിന്നെ വൈകുന്നേരം വന്നിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകുന്നവർക്ക് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്, ഈ വക കാര്യങ്ങളൊന്നും ഒരിക്കലും ആരും ഒഴിവാക്കരുത്. നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നിങ്ങൾ ഒഴിവാക്കിയിട്ട് പഠിച്ചുകൊണ്ട് ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് മാറ്റി വെച്ചുകൊണ്ട് പഠനം മാത്രം എന്ന് കഴിഞ്ഞാൽ എന്തൊരു ജീവിതം അത്. അങ്ങനത്തെ ഉള്ള രീതിയിൽ നമ്മൾ വേണം പഠിച്ചു പോകാൻ. അവിടെ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്ന കാര്യം, ഡെയിലി ഞാൻ പഠിക്കും, ഞാൻ അലാരം വെച്ച് ഡെയിലി പഠിക്കും. പക്ഷെ ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് ഞാൻ പറയുള്ളൂ. ആര് പഠിക്കും ഡെയിലി? പഠിക്കാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ പറയുന്നുള്ളൂ. ഡെയിലി പരീക്ഷ ടൈം ആകുമ്പോൾ ഓക്കെ, നമ്മൾ അല്ലാണ്ട് നാച്ചുറലി ഒരു ദിവസം നമ്മൾ ഡെയിലി ഇരുന്ന് അങ്ങനെ പഠിക്കുന്ന പിള്ളേരുണ്ട്. വളരെ റെയർ ആയിട്ട് 100-ൽ 1 കാണും അങ്ങനെ അലാരമൊക്കെ വെച്ച്. നമുക്കും ഉണ്ടായിരുന്നു കേട്ടോ, അലാരം വെച്ചിരുന്ന് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത്. ആ സമയത്ത് നമ്മളൊന്നും പഠിച്ചുകൊണ്ടിരിക്കില്ല. അപ്പൊ അങ്ങനെ പഠിക്കുന്നവർക്ക് പഠിക്കാം, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. അപ്പൊ അങ്ങനെ അത് ചെയ്യാൻ ആ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് പറ്റും, എനിക്ക് പറ്റണ്ടായില്ല. അങ്ങനെ പറ്റാത്തവർക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു ദിവസം നിങ്ങൾ ഒരു പോർഷൻസ് ടാർഗറ്റ് ചെയ്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് ടെക്സ്റ്റും കയ്യിൽ വേണം, പോർഷൻസും ടാർഗറ്റ് ചെയ്യാൻ പോർഷൻസും കയ്യിൽ വേണം. എന്നിട്ട് ടാർഗറ്റ് ചെയ്ത് വെക്കുക. ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി എടുക്കുക. ഞാൻ ഇത്രയും കവർ ചെയ്യും, ഇത്രയും സബ്ജക്റ്റിന് ഇത്രയും പോർഷൻസ് ഞങ്ങൾ കവർ ചെയ്തിരിക്കും എന്ന് ഉറപ്പുള്ള രീതിയിൽ നിങ്ങൾ കമ്പൈൻ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക. ഒരു ദിവസം അവധി കിട്ടുന്ന ദിവസം, ആ ദിവസം എൻജോയ് ചെയ്യാൻ നടക്കരുത്. അല്ലാത്ത ദിവസം മൊത്തം എൻജോയ്മെന്റ് ആണല്ലോ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു
പാറ്റേൺ മനസ്സിലാവും. അതുപോലെ ബ്ലൂ പ്രിന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ യൂസ് ചെയ്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ പഠിക്കുന്നത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ച് പോകാൻ ശ്രമിക്കുക. മുക്കിന്ന് മൂലയൊന്നും പഠിക്കാണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോയിലൂടെ ജസ്റ്റ് ഞാൻ എന്റെ ഒരു ഞാൻ എങ്ങനെയായിരുന്നു എനിക്ക് കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു ശരിക്കും. പക്ഷെ ഞാൻ എങ്ങനെയായിരുന്നു എന്റെ ഒരു സ്റ്റോറി നിങ്ങളോട് ഞാൻ പറയേണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു ഫസ്റ്റ്. അല്ലാതെ ഇത് ടിപ്സും കാര്യങ്ങളൊന്നും അല്ല. ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വീഡിയോയിലൂടെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതിനുള്ള നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്.